നമുക്ക് നല്ലൊരു ചിക്കൻ ലോലിപ്പോപ്പ് സമോസ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് സവോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതെല്ലാം ക്രഷ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ചിക്കനും കൂടെ ഇതിലേക്കിട്ട് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഇടുക. ചിക്കൻ വേവിക്കുന്നത് എല്ലോട് കൂടി ചിക്കൻ വാങ്ങിക്കാൻ കിട്ടും നമുക്ക്. അത് മഞ്ഞളും കുരുമുളകും ഇട്ട് നമുക്ക് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ആ ചിക്കൻ്റെ ദശകഷ്ണം എല്ലാം നമുക്കെടുത്ത് എടുക്കണം. ആ എല്ലാം ഇവിടെ മാറ്റി വെക്കണം. ആ എല്ലാമാണ് നമുക്ക് ലോലിപ്പോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മൾ മസാല എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ആ മസാലയ്ക്കകത്തുനിന്ന് നമുക്ക് ലോലിപ്പോപ്പിൻ്റെ ആകൃതിയിൽ നമുക്ക് എടുത്ത് മാറ്റി വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് ബാക്കി വരുന്ന മസാല നമുക്ക് സമോസ ഷീറ്റ് ഇതുപോലെ മടക്കി സമോസ ഷീറ്റിൻ്റെ അകത്തും നമുക്ക് വെക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ആദ്യം ലോലിപ്പോപ്പ് ഒരു സൈഡിലോട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് മസാലയും കൂടെ ഇതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നീട് നമുക്ക് അതിൻ്റെ രണ്ടറ്റവും മൈദ കുറച്ച് വെള്ളമെടുത്ത് ഒന്ന് നനച്ച് വെക്കണം. ആ രണ്ടറ്റം ഇതുപോലെ മൈദ മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ ശരിയാക്കി വെക്കുക. ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ. എന്നാലും അത് ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിതിന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. പിന്നെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം സെറ്റ് ചെയ്ത് നമുക്കൊരു 10-15 മിനിറ്റ് നേരം ഇതിന് ഫ്രിഡ്ജ് കയറ്റി വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുമ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. പിന്നീട് നമുക്ക് നല്ല എണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളിന്ന് ഇഫ്താറിന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്